വേഗം വന്നിട്ടോ, സംഗതി ആ കുഴപ്പ. എന്തുട്ടാണ് കാര്യം? സംഗതി ലൈവാണ് ബൈ. അർജുനായിട്ടാണ് പോകുന്നത്. അർജുനാണോ, നകുലനാണോ, സഹദേവനാണോ, ഭീമനാണോ, അതൊക്കെ വേറെ വിഷയം. ഈ ഒരു ആ അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്, ഗുരുവായൂരിൻ്റെ മണ്ണ് വീണ്ടെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് 50 വർഷമായിട്ട്, നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കേരളം ഒരു മതേതരത്വ ഭൂമിയാണ്. കേരളത്തിൽ മതേതരത്വം ഉണ്ടാവണം, കേരളത്തിൽ മതേതരത്വം വളരണം. ഇതാണല്ലോ പറയുന്നത്. മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് വലിയ ഇവിടെ ഭയങ്കര ബഹളമാണ്, കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആണോ? അല്ലല്ലോ. നിങ്ങൾ UP കാര്യവും വാരണാസിയിലെ കാര്യം ചോദിക്കുന്നവരോട് ചോദിക്കുകയാണ്, മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മറ്റേ സംഘടനയുടെ, മുസ്ലിം സംഘടനയുടെ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ഉണ്ടോ? ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അതിനേക്കാൾ രൂക്ഷമല്ലേ അന്തർദേശീയ തലത്തിൽ അന്തർദേശീയമായി നിലനിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. അവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു, എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ MLA ആക്കാത്തത്? എല്ലാ പ്രാവശ്യവും ഹിന്ദു വിരോധികളെ ആക്കുന്നത്, ക്ഷേത്ര വിരോധികളെ ആക്കുന്നത് അതെന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ധൈര്യമുണ്ടോ അവർക്ക്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ ആ 2 MLA ഞാൻ വെല്ലുവിളിക്കുക. ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളെയും ക്ഷേത്രബിംബത്തെയും ഞാൻ വിശ്വസിക്കുന്നു, ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവർക്കുണ്ടോ? അവർക്കുണ്ടെങ്കിൽ പറയട്ടെ. തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവുന്നതും വിശ്വാസവും തമ്മിൽ രണ്ടാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണാണ്. ആ ഗുരുവായൂരിലെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ആ കേന്ദ്രത്തിലേക്കാണ് ഇന്ത്യ, ലോകത്തു നിന്ന് ആളുകൾ വരുന്നത്. അതാണല്ലോ ആ ഭൂമികയുടെ. അതായത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ വാദം. ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരൻ ഗുരുവായൂർ ക്ഷേത്രം ഈ തൃശ്ശൂരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തൃശ്ശൂരിലെ കളക്ടർ ഹിന്ദു ആണെന്ന് പറഞ്ഞ ചരിത്രം താങ്കൾക്ക് ഓർമ്മയില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ ഹിന്ദു ആവണം, കാരണം ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം ഇവിടെയാണ്, അതുകൊണ്ടാണ് എന്ന് K. കരുണാകരൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് K. കരുണാകരൻ അന്ന് പറഞ്ഞു? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ആ ചോദ്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഗുരുവായൂർ മണ്ഡലം എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു MLA ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദു MLA ഉണ്ടാക്കാത്തത്? അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണ് അത് പിടിച്ചെടുക്കണം. ആ മണ്ണ് ഈ അമ്പല വിരോധികളെയും അമ്പല കൊള്ളക്കാരുടെയും കയ്യിലാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. MLA ആയിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ MLA 10 പൈസ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നീക്കി വെച്ചിട്ടുണ്ടോ? അവരുടെ വികസന ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? അവിടെ റോഡ്, ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സർവ്വ റോഡും പൊളിഞ്ഞ് തകർന്ന് കിടക്കാണ്. അവിടേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ഒരു സൗകര്യങ്ങളും ഇല്ല. ഈ MLA എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. എൻ്റെ മണ്ണ് വീണ്ടെടുക്കാനാണ് ഞാൻ പോകുന്നത്. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് അസന്നിഗ്ധമായി പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളെ കയ്യിൽ വെച്ചുകൊണ്ടാണല്ലോ ഇടതും വലതും പോകുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? ഗുരുവായൂരപ്പന്റെ പേരിലാണ്, ഗുരുവായൂർ സന്ദർശിക്കാനാണ് ഫ്ലൈറ്റുകളിൽ, ട്രെയിനുകളിൽ, ബസ്സുകളിൽ ആളുകൾ എത്തുന്നത്. ആ ഗുരുവായൂർ മണ്ണിൽ 50 വർഷമായി ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു MLA ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഗുരുവായൂർ വിരോധിയാണ് ഇവിടെ MLA ആക്കിയിട്ടുള്ളത്. അമ്പല വിരോധികളെയാണ്, അമ്പല വിഴുങ്ങുകളെയാണ്, അമ്പല കൊള്ളക്കാരെയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നമസ്കാരം. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഒരു ഹിന്ദു MLA വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ
ചില ആളുകൾ ഞാൻ മതം പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മത തീവ്രവാദം ഏറെ വേരൂന്നിയ ഒരു നിയോജക മണ്ഡലമാണ് ഈ ഗുരുവായൂര്. ഇവിടെയാണ് തൊഴിയൂർ സുനിൽ ഈ കേരളത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആയുധധാരികളായ ആളുകളെ കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ നിരപരാധിയായ തൊഴിയൂർ സുനിലിനെ വെട്ടിക്കൊന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയമ്പലം മണികണ്ഠന്റെ ആ ബലിദാന കുടുംബത്തിലാണ്, ആ ബലിദാനിയുടെ കുടുംബത്തിലാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ ഇവിടുത്തെ MLA-മാർ അരനൂറ്റാണ്ട് കാലത്തെ MLA-മാരുടെ സ്വാധീനത്താൽ വല്ലാതെ അടിയിലേക്ക് വേരൂന്നിയിരിക്കുകയാണ് മതതീവ്രവാദികൾ. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കണം, ഇവിടെ ഒരു ഹിന്ദു MLA ഉണ്ടാവണം. പാർട്ടിയുടെ പേരിൽ മതം ഉണ്ടാവുകയും അധികാര ലബ്ധിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ഈ മതമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം അധികാര വിനിയോഗവും ദുർവിനിയോഗവും രണ്ടാണ്. ഒരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഉള്ളൊരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അവർ അവരുടെ സ്വത്വത്തിൻ്റെ പേരിൽ സംഘടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ചരിത്രം തന്നിട്ടുള്ള പാഠം. അങ്ങനെ അല്ലാതെ അതിഭീകരമായൊരു ജനാധിപത്യ ബോധം കൊണ്ട് ഇന്നേ വരെ അത് സാധ്യമായിട്ടില്ല. സാധ്യമാവുന്നൊരു കാലത്തേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റ് ഇല്ലാതാവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാവുമ്പോൾ തന്നെ അങ്ങനെയല്ല നമ്മൾ വോട്ട് തേടുന്നത്. ഇദ്ദേഹം ഇന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും എന്നാൽ ഏറ്റവും നന്നായി മതേതരത്വം സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് എന്നതാണ് അയാളുടെ ക്വാളിറ്റി. അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്ക. ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ. എത്ര എയ്ഡഡ് സ്കൂളുകളിൽ, എത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ, എത്ര ബാച്ചുകൾ, എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അങ്ങനത്തെ ഒരു വർത്താനോ മതം പലപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സാധാരണ മോർട്ടൽ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, ഒരു മോർട്ടലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു വേദന സംഹാരിയായി പോലും മാറുമെന്ന് കാർൽ മാർക്സ് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് രണ്ടിനെയും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഈ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യന് പകരം മതം വോട്ട് ചെയ്യുന്നത് അത് തെറ്റാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുടെ ഒരു നയവുമൊക്കെ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം. കാരണം ഭാരതം എന്നുള്ള സെക്കുലറിസത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും 1947 നമ്മുടെ മാതൃരാജ്യം വിഭജിച്ചത് പോലും ഒരു മതത്തിൻ്റെ പേരിലാണ് എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം പിന്നെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.